तारक मेहता का उल्टा चश्मा। എന്റെ ഭഗവാനെ, കാശ് വല്ലാണ്ട് ചെലവാകുന്നുണ്ടല്ലോ. സമയവും പെട്ടെന്നാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇപ്പൊ ചെയ്യാ? ചേടാ, തറയില്ല, ആകെ വൃത്തികേടായല്ലോ. അതെ, ഈ ഭിത്തിയിലടിക്കുന്ന പെയിന്റ് ഒക്കെ എന്തിനാ നിങ്ങൾ ഈ തറയിൽ ഒഴിച്ച് കളയുന്നേ? എന്താ ചെയ്യുന്ന ടപ്പു, അവരവിടെ പെയിന്റിങ് ചെയ്തോണ്ടിരിക്കുക. ഞങ്ങളുടെ കാലത്തൊക്കെ ഇങ്ങനെയാ പെയിന്റ് അടിക്കാറുള്ളത്. അത് ശരി, ഞങ്ങളുടെ കാലത്തെ പാൻസ് ഇങ്ങനെയാ വലിച്ചിടുന്നേ. പാന്റ് അല്ല, പെയിന്റ്. ഷെടാ, ഇങ്ങനെ പോയാ ഈ പെയിന്റിങ് കഴിയാൻ 2 വർഷവും തോന്നല്ലോ. ടപ്പു വിചാരിച്ചാൽ എന്തും ചെയ്യും. വെയിറ്റ് ആൻഡ് വാച്ച്. എന്താ അവിടെ ചെയ്യുന്നേ? എടാ ടപ്പുക്കുട്ടാ, നീ അവിടെ താഴെ എന്ത് ചെയ്യുവാ? സൊസൈറ്റി മുഴുവൻ മഴവില്ല് പോലെ ആയല്ലോ. മുത്തശ്ശൻ എന്ത് പറ്റി? എന്താടോ, വീട്ടിൽ ആരുമില്ല, നീ പോയിട്ട് നാളെ വാ. എന്റെ ഭഗവാനെ, സൊസൈറ്റിയോടൊപ്പം ഞാനും മഴവില്ല് പോലെ ആയല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇന്നത്തെ കാലത്ത് സോപ്പ് പോലും ഒരു വഴിക്ക് കൊള്ളൂല. ഇന്നുള്ളു മുഴുവൻ വൃത്തിയാക്കാൻ പറ്റി. കൊള്ളാലോ ദേ, നീ ആള് മോശമല്ലെന്ന് വീണ്ടും തെളിയിച്ചല്ലോടി. എന്ത് പറ്റിയച്ചാ? മുഖം എന്താ ഇങ്ങനെ? എന്താ മുത്തശ്ശ ഇത്? ടപ്പുക്കുട്ടാ, ഇത് കണ്ടോ? ആരോ എന്റെ മുഖത്ത് പെർമനന്റ് ആയിട്ട് അങ്ങ് കളർ അടിച്ചു. ടപ്പു വിചാരിച്ചാൽ എന്തും ചെയ്യും. ഞാൻ ദേ ഇപ്പൊ ശരിയാക്കി തരാം. എടാ പതുക്കെ, എനിക്ക് വേദനിക്കുന്നുണ്ട്. എന്റെ ദേ എന്നോടൊരു അല്പം ദയ കാണിക്കുക. അല്ല, നിങ്ങൾ എന്തിനാ ഈ പെയിന്റിന്റെ ടിന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്? നോൺസെൻസ്, ഇത് ടിന്നല്ല, എന്റെ അച്ഛനാണ് വീട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇദ്ദേഹത്തെ നമുക്കൊരു ഹൊറർ ഫിലിം കാണിക്കാം. അപ്പൊ അകത്തുനിന്നൊരു വേർപ്പ് ഇങ്ങോട്ട് വരും, അതോടെ ഈ പെയിന്റും പൊക്കോളും. വേണ്ട വേണ്ട, എനിക്ക് ഹൊറർ ഫിലിം കാണണ്ട. എനിക്ക് ഒരു ഡോക്ടർ കബീർ സിംഗിനെ അറിയാം. അദ്ദേഹം വിചാരിച്ചാൽ അച്ഛന്റെ മുഖം ശരിയാക്കാൻ പറ്റും. എന്നാ പിന്നെ അച്ഛനെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കളയാം.
ഹോയ് ഹോയ് ബല്ല 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 ബല്ലേ ബല്ല ബല്ലേ. ഒത്തിരി അതിവിടെ എടുത്തു വെച്ചിട്ട് എവിടേക്കാ പോയത്? അതെ, ധൃതി പിടിച്ചു പോകുന്ന കാരണം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ പപ്പറ്റ്? എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല വീട്. ഓടിക്കാൻ അറിയില്ല, സാരമില്ല, ഇറങ്ങി അങ്ങ് ഓടിച്ചേക്ക്. ഇങ്ങനെ മതിയോ? ഇങ്ങനെ ഓടിയാ മതിയോ അച്ഛാ? നോൺസെൻസ്, വണ്ടി കയറിയില്ലേടാ. എടാ പൊപ്പടേ, ബ്രേക്ക് ചവിട്ടടാ, ബ്രേക്ക്. പൊപ്പടേ. വാടാ വാടാ വാടാ, നല്ല ഉള്ളി വാടാ. എടോ ഡോക്ടറെ, താനെന്താ ഈ കഴിക്കുന്നേ? ഇത് ലോലിപോപ്പ്. ഡോക്ടർ സാറേ, അച്ഛന്റെ മുഖത്ത് പെയിന്റ് വീണതാ. എങ്ങനെയല്ലോ ഒന്ന് ശരിയാക്കി തരണം. പ്ലാസ്റ്റിക് സർജറിയിൽ ഞാൻ നിങ്ങൾക്ക് 4 ഓപ്ഷൻ തരാം: ബക്കറ്റ്, മഗ്, ടേബിൾ, കസേര. ഇത് കണ്ടിട്ട് എനിക്ക് ബക്കറ്റ് തന്നെ മതിയെന്നാ തോന്നുന്നത്. എടാ, ഇതെന്താ പറ്റിയത്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇത് കൊള്ളാലോ. അച്ഛന്റെ പഴയ മുഖത്തിന്റെ ഐശ്വര്യക്കേടൊക്കെ മാറി അച്ഛനിപ്പോ പുതിയൊരു മുഖം കിട്ടിയല്ലോ. ഏയ് മാലൂരേ, തീർത്തിയാ. ഇന്നത്തെ പ്രധാന വാർത്ത സൂക്ഷിച്ചു നോക്കൂ. ഇതാണ് ബക്കറ്റ് സിൻഹ, കുറെ പേരുടെ മൊബൈലുകൾ മോഷ്ടിച്ചുകൊണ്ട് ഒളിവിൽ പോയിരിക്കുന്നവൻ. എന്റെ ദൈവമേ, പോലീസ് വരുന്നതിന് മുമ്പ് അച്ഛനെ നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം. ലോകം ഞാൻ തകടം മറിക്കാം. ബക്കറ്റ് സിംഗ് ഇവിടെയുണ്ടോ? ഇയാളെ പിടിച്ചു കൊടുത്താൽ 10 ലക്ഷം കിട്ടുമല്ലോ. അതേ കണ്ടില്ലേ? എന്റെ ദൈവമേ, ഡോക്ടറിന് ഇയാളുടെ മുഖമേ കിട്ടിയുള്ളൂ അച്ഛന് കൊടുക്കാൻ. എവിടൊക്കെയോ എന്തൊക്കെയോ എനിക്ക് കരിഞ്ഞു മണക്കുന്നു. ഇപ്പൊ പുറകെ വിട്ടോളാം സാർ. എന്റെ പൊപ്പട്ടെ, ഒന്ന് പതുക്കെ, ഒന്ന് പതുക്കെ. എനിക്കതിന് ഓടിക്കാൻ പോലും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ദൈവമേ, എവിടെ നോക്കിയാ ഇവനൊക്കെ വണ്ടി ഓടിക്കുന്നത്? എന്റെ പൊന്നെ, നിങ്ങളൊന്ന് മാറി നിൽക്കണേ. വണ്ടി നിർത്താൻ അറിയില്ല.
അതെ, ഉറപ്പാണ് എന്തോ പന്തികേടുണ്ട്. ടപ്പുന്റെ അച്ഛാ. എടോ, പൊപ്പട്ടേ.